ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ വിഷമത്തോട് കൂടിയിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു 8ൻ്റെ പണി എനിക്ക് കിട്ടി. ഇത് ഒരു ഇടൽ മാത്രം ഇട്ട പുതിയൊരു പാൻറ്റാട്ടോ. ഈ പാൻറ്റിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾക്കറി ആയപ്പം അത് കളയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിനർ വാങ്ങിച്ചതാണ്. മൂടി തുറന്നതും ആ ലിക്വിഡ് മുഴുവൻ താഴത്തേക്ക് വീണു. അതിലൊരു തുള്ളി എൻ്റെ കണ്ണിലായി. കണ്ണാകെ ചുവന്നു, ആകെ പേടിച്ചു. അതിൽ ആ മൂടി തുറന്നതിൽ പിന്നെ എവിടേക്ക് ആ സ്റ്റെയിനറായി ഉണ്ടോ അവിടെ മുഴുവൻ പാൻറ്റിൻ്റെ അവസ്ഥ ഇതാണേ. അവസാനം പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലൊരു പുതിയ പാൻറ്റാണ്. അപ്പം നിങ്ങൾ തന്നെ പറയൂ, ഇങ്ങനത്തെ ഒക്കെ നമ്മൾ വിൽക്കുമ്പം അതിൻ്റേതായ രീതിയിൽ വേണ്ടേ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളെങ്ങനെ പറ്റിക്കപ്പെടരുതല്ലോ. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, നിങ്ങൾക്കും ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അവസാനം ആ സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് ഇത് കുറേ കാലം പോവാത്തൊരു കറിയായിരുന്നു. അപ്പം ഞാൻ വെറുതെ സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് ഞാനത് ഉരച്ച് നോക്കിയത് കേട്ടോ. അപ്പം ഈ കറകൾ മുഴുവൻ പോയി. ഇത്രയും സ്ട്രോങ് ഉള്ള സാധനമാണ് നമ്മളെ ക്ലോത്തിലേക്ക് വേണ്ടിയിട്ട് അവർ സജസ്റ്റ് ചെയ്തത്. അപ്പം പിന്നെ എന്താ ഇപ്പം ഇത് ചെയ്യേണ്ട ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ. ഇത് നോക്കി എത്ര നല്ല ക്ലീനായിട്ടാണോ അറിയോ ആ കറ പോയത്. കറ പോയത് ബാത്റൂമിൻ്റെ കറയാണെന്നേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഒന്നില്ലെങ്കിൽ ബാത്റൂം നന്നായി വൃത്തിയായല്ലോ എന്ന്. പക്ഷേ അതല്ലല്ലോ, തുണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡ് തുണിക്ക് വേണ്ടിയിട്ടല്ലേ അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന ലിക്വിഡാണ് നമ്മൾ പറഞ്ഞ സ്റ്റെയിൻ റിമൂവർ കേട്ടോ. ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ലിക്വിഡ് കാണുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് വാങ്ങിക്കാതിരിക്കുക. അതിൻ്റെ മുകളിൽ ഫുള്ളും നമ്മുടെ തുണികളുടെ ചിത്രം അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അത് ഒരു മഞ്ഞൾക്കറ പോകും എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു പോയതാണ്. അപ്പോൾ അതൊരു അബദ്ധത്തിലേക്കാണ് ചെന്ന് ചാടിയത്. അപ്പം ഇനിയും ഇങ്ങനത്തെ ലിക്വിഡ് കാണുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക കേട്ടോ. വല്ലാത്തൊരു സങ്കടമായിപ്പോയി. നല്ലൊരു പുതിയൊരു പാൻറ്റ് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. നല്ല വില കൊടുത്തിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച തുണികളൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പം അതും ഒരു പാകമായിട്ടുള്ളൊരു പാൻറ്റും ആയിരുന്നു. അതാണ് വല്ലാത്തൊരു കഷ്ടമായത്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എനിക്കോ അബദ്ധം പറ്റി, ഇനി ആർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു.